ഓക്കെ. ഇനി നമ്മള് എക്കണോമിയിലെ മൂന്നെണ്ണം ഉണ്ടല്ലോ അല്ലെ. അതിലെ സോഷ്യലിസ്റ്റ് എക്കണോമിയെ പറ്റി പറഞ്ഞു നമ്മള്, ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയെ പറ്റി പറഞ്ഞു. ദെൻ തേർഡ് വൺ നമ്മൾ പറയുന്നത് മിക്സഡ് എക്കണോമിയെ കുറിച്ചിട്ടാണ്. ഓക്കെ. മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് സിസ്റ്റം ഡിപ്പെൻഡ് ഓൺ ബോത്ത് മാർക്കറ്റ് ആൻഡ് ഗവൺമെന്റ് ഫോർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഈ ഒരു സിസ്റ്റത്തില് മാർക്കറ്റും അതേപോലെ തന്നെ ഗവൺമെന്റും രണ്ടുപേരും ഒരേപോലെ ചേർന്നുകൊണ്ടാണ് ഇവിടെ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഈ ഒരു സിസ്റ്റം പ്രകാരം മാർക്കറ്റും അതേപോലെ തന്നെ ഗവൺമെന്റും, അതായത് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പ്രൈവറ്റിന്. ഓക്കെ. അതായത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയെ. എന്നാൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആരാണ്? സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെ. അപ്പൊ മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സിസ്റ്റത്തിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെയും സോഷ്യലിസ്റ്റ് എക്കണോമിയുടെയും രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഓക്കെ. പ്രൈവറ്റിനും ഇമ്പോർട്ടന്റ് ഉണ്ട്, ഗവൺമെന്റിനും അല്ലെങ്കിൽ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിക്കും എന്തുണ്ട്? ഇവിടെ ഇമ്പോർട്ടന്റ് ഉണ്ടായിരിക്കും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്കണോമിയിലെ റിസോഴ്സുകൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യുന്നത്? തീരുമാനം എടുക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പൊ മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സും സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്കണോമിയാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് ഈ ഒരു എക്കോണമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഇറ്റ്സ് എയിം ഈസ് ടു ഡെവലപ്പ് എ സിസ്റ്റം വിച്ച് tries to include the best features of both the controlled economy and market economy while excluding demerits of both. അല്ലെ. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു സിസ്റ്റത്തിൽ ഇവിടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അതായത് എക്കണോമിയെ കൺട്രോൾ ചെയ്യുന്നത് രണ്ടുപേരും കൂടിയിട്ടാണ്. ഓക്കെ. മനസ്സിലായോ? അതായത് സിസ്റ്റം which try to include best features of both the controlled economy, market economy while excluding demerit of both. ഓക്കെ. മാർക്കറ്റ് എക്കോണമിയുടെ എല്ലാ ഡീമെറിറ്റ്സുകളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാക്കുന്നുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ എന്താണ്? അതായത് നമ്മളുടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ ഫീച്ചറും സോഷ്യലിസ്റ്റ് ഇക്കണോമിയുടെ ഫീച്ചറും കൂടി ചേരുമ്പോൾ ആ എക്കണോമി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടും നമുക്ക് കാണാൻ കഴിയും. Under this, major economic development is due to private enterprises and private property, and government runs important selected industries to remove complete self-interest and profit motive as targeted by the capitalist economy. ഈ ഒരു സിസ്റ്റത്തിൽ മേജർ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സിസ്റ്റം വഴി നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ. അതായത് പ്രൈവറ്റ് എന്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ. അതായത് ഇൻഡസ്ട്രിയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ കയ്യിലും, ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എന്താണ് കൊണ്ടുവരുന്നതിനും അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന ടാർഗറ്റും സെൽഫ് ഇൻട്രസ്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഗവൺമെന്റ് റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ഗവൺമെന്റും രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു എക്കോണമിയാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് മിക്സഡ് എക്കോണമി എന്നുള്ളത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. ദിസ് ഈസ് കോ എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് ആൻഡ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസസ്. അതായത് ഈ ഒരു എക്കോണമിയിൽ പ്രൈവറ്റ് എന്റർപ്രൈസുകളും അതേപോലെ തന്നെ പബ്ലിക് എന്റർപ്രൈസുകളും ഒരേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതായത് പ്രൈവറ്റ് എന്റർപ്രൈസുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ പബ്ലിക് എന്റർപ്രൈസുകളും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നു. എങ്ങനെയാണ്? സഹകരിച്ചാണ് നിലനിൽക്കുന്നത്. കോ എക്സിസ്റ്റൻസ്.
പ്രൈവറ്റ് സെക്ടറിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഇൻഡസ്ട്രീസ് ഇൻ ദിസ് സെക്ടർ ആർ മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് വിത്ത് എ മോട്ടീവ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇവിടുത്തെ പ്രൈവറ്റ് സെക്ടർ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, പ്രൈവറ്റ് എന്റർപ്രൈസും പബ്ലിക് എന്റർപ്രൈസും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മിക്സഡ് എക്കോണമിയിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിലെ പ്രൈവറ്റ് സെക്ടർ എന്തൊക്കെയാ ചെയ്യുന്നത്? ഈ പ്രൈവറ്റ് സെക്ടറിലെ ഇൻഡസ്ട്രികൾ എല്ലാം മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പുകളാണ്. ഓക്കെ, ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം താല്പര്യങ്ങളും അതേപോലെ തന്നെ പ്രോഫിറ്റ് ലാഭവുമായിരിക്കും. ഓക്കെ, ഒരു പ്രൈവറ്റ് സെക്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും, അതായത് വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പുകളായിരിക്കും. ഓക്കെ, ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ പബ്ലിക് സെക്ടറിലേക്ക് വരുമ്പോഴോ, പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡസ്ട്രീസ് ഇൻ ദിസ് സെക്ടർ ആർ സെറ്റ് അപ്പ് ബൈ സ്റ്റേറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ആർ നോട്ട് പ്രൈമർലി ഫോർ പ്രോഫിറ്റ് മോട്ടീവ്. അതായത് ഇവിടെ പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടറിലുള്ള എല്ലാ ഇൻഡസ്ട്രീസിനെയും ഇവിടെ സ്റ്റേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ കൺട്രോൾ ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പബ്ലിക് സെക്ടറിന്റെ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലക്ഷ്യം ആയിരിക്കില്ല എന്നുള്ളതാണ് പബ്ലിക് സെക്ടറിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തത് കമ്പൈൻഡ് സെക്ടർ ആണ്. ഓക്കെ, കമ്പൈൻഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ സെക്ടർ both government and private enterprises have equal access and joint hands to produce commodities and services, leading to establishment of joint sectors. അതായത് ഈ ഒരു സെക്ടറിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രൈവറ്റ് സെക്ടറിനും അതേപോലെ തന്നെ ഗവൺമെന്റിനും ഒരേ എന്താണ് ഈക്വൽ അസസ്, അതായത് ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങളായിരിക്കും ഉണ്ടാവുക. ഇവര് രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജോയിന്റ് ഹാൻഡ്സ്, ഒരുമിച്ച് കൈ ചേർത്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കമ്മോഡിറ്റികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈക്വൽ അസസിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കമ്പൈൻഡ് സെക്ടർ വരുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സെക്ടറുകളാണുള്ളത്: പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ, കമ്പൈൻഡ് സെക്ടർ. അതില് മിക്സഡ് എക്കോണമിയിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത് പബ്ലിക് സെക്ടറിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെയും കോ എക്സിസ്റ്റൻസ്. ഇനി നമ്മൾ മിക്സഡ് എക്കോണമിയുടെ മെറിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മെറിറ്റ്സ് എന്നുള്ളത് നോക്കാം. Economic freedom and existence of private property which ensures incentive to work. ഓക്കെ, അതായത് ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് നിലനിൽക്കുന്നത് കൊണ്ടും എക്കണോമിക് ഫ്രീഡം ഉള്ളത് കൊണ്ടും വർക്കേഴ്സിന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മിക്സഡ് എക്കോണമിയിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പ്രൈസ് മെക്കാനിസവും കോമ്പറ്റീഷൻ ഫോഴ്സസ് പ്രൈവറ്റ് സെക്ടർ ടു പ്രൊമോട്ട് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബെറ്റർ റിസോഴ്സ് അലോക്കേഷൻ. മിക്സഡ് എക്കോണമിയിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈസ് മെക്കാനിസവും കോമ്പറ്റീഷനും ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം പ്രൈവറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്രൈസ് മെക്കാനിസവും കോമ്പറ്റീഷനും പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നല്ല ബെറ്റർ റിസോഴ്സും ബെറ്റർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൈസ് മെക്കാനിസത്തിലൂടെയും കോമ്പറ്റീഷൻ ഫോഴ്സിലൂടെയും ചെയ്യാൻ മിക്സഡ് എക്കോണമിക്ക് സാധിക്കുന്നുണ്ട്. കാരണം എന്താ? പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഒരു ഭാഗത്ത് പ്രൈവറ്റ് സെക്ടർ അല്ലേ, പ്രൈവറ്റ് സെക്ടർ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? പ്രൈസ് മെക്കാനിസവും കോമ്പറ്റീഷനും പൊതുവെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി തേർഡ് വൺ പറയുന്നത് കൺസ്യൂമേഴ്സ് ആർ ബെനഫിറ്റഡ് ത്രൂ കൺസ്യൂമർ സോവർണിറ്റി ആൻഡ് ഫ്രീഡം ചോയ്സ്. അതായത് ഇവിടെ കൺസ്യൂമേഴ്സിന് കൂടുതൽ ബെനഫിറ്റ്, അതായത് കൺസ്യൂമേഴ്സിന് പരമാധികാരം ഉണ്ട്.
അല്ലെ? അതായത് നമ്മൾ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എന്താ പറഞ്ഞത്? കൺസ്യൂമേഴ്സിന് യാതൊരു തരത്തിലുള്ള ഫ്രീഡം ഓഫ് ചോയ്സും ഇല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത്, അല്ലെ? പക്ഷെ മിക്സഡ് എക്കണോമിയിലേക്ക് വരുമ്പോ അവിടെ എന്തുണ്ട്? കൺസ്യൂമേഴ്സിന് എന്താണ്, ഏതാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് കമ്മോഡിറ്റി വേണം, അല്ലെങ്കിൽ ഏത് ചോയ്സ് സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു ഫ്രീഡം എവിടെയുണ്ട്? മിക്സഡ് എക്കോണമിയിൽ കൺസ്യൂമേഴ്സിന് ഉണ്ടായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഇൻസെന്റീവ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഓക്കെ. അതായത് എക്കണോമിയില് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുമ്പോഴും പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുമ്പോഴൊക്കെ എന്താണ്, ഇൻസെന്റീവ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം എന്താ? അവര് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് ഒരു വട്ടം ഒരാള് ഒരു വട്ടം എന്തെങ്കിലും ഇന്നോവേഷനോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യും? ഇൻസെന്റീവ് കൊടുക്കും, ആദരിക്കും, അല്ലെ? റിവാർഡ് കൊടുക്കും. അപ്പൊ എന്താണ്, അവര് വീണ്ടും എൻകറേജ്ഡ് ആവും, അല്ലെ? അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോ സ്വാഭാവികമായിട്ടും എന്താണ്, അത് വീണ്ടും പ്രൊഡക്ടിവിറ്റി കൂട്ടുക ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഇൻസെന്റീവ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജിക്കൽ പ്രോഗ്രസിനും ഇന്നോവേഷൻസിനും ഒക്കെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഇൻസെന്റീവ്സ് കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത മെറിറ്റ് എന്താണ്? എൻകറേജ് എന്റർപ്രൈസസ് ആൻഡ് റിസ്ക് ടേക്കിംഗ്, അല്ലെ? അതായത് എന്താണ്, റിസ്ക്, അല്ലെ? എന്താണ്, എന്റർപ്രൈസുകൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരാനും അവര് എന്താ പറയാ, റിസ്ക് എടുക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്കോണമി എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ പ്രൈവറ്റേഴ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്രൈവറ്റേഴ്സ് ആണ്, അല്ലെ? അവരുടെ കയ്യിൽ നല്ല ഇൻകവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവര് റിസ്ക് എടുക്കാൻ തയ്യാറാവും. ഓക്കെ. എന്നാൽ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ പിന്നെ അങ്ങനെ ഒരു കേസേ ഇല്ല. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് അതോറിറ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ മിക്സഡ് എക്കോണമി ആയതുകൊണ്ട് രണ്ടാൾക്കും, അതായത് പ്രൈവറ്റിനും പബ്ലിക്കിനും ഒരേപോലെ എന്തുണ്ട്? പ്രാധാന്യമുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കേസിൽ ഗവൺമെന്റിന്റെ കൂടി ഒരു എൻകറേജ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റേഴ്സിന് എന്ത് ചെയ്യാം? റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവും. ഓക്കെ. അപ്പൊ എൻകറേജസ് എന്റർപ്രൈസ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. നമ്മൾ പൊതുവെ റിസ്ക് എടുക്കാൻ എപ്പോഴും എന്താ പറയാ, പിന്നിലായിരിക്കുമല്ലോ, അല്ലെ? അപ്പൊ നമ്മളെ ഒരാളെന്ന് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമ്മളൊന്ന് എന്ത് ചെയ്യും? റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സഡ് എക്കോണമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. പിന്നെയോ, comparative greater economic and social equality and freedom from exploitation due to greater state participation and direction of economic activities. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാം, എന്ത്? കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി. അതായത് ഇപ്പൊ മറ്റുള്ള എല്ലാതിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്കണോമിക് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഇക്വാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷനും അതേപോലെ തന്നെ ചൂഷണം ചെയ്യുക എന്നുള്ളതും ഒക്കെ നമുക്ക് കുറവായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. അതേപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഡയറക്ഷൻ ചെയ്യുക, സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതും ഒക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് കട്ട്. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിട്ടും നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ? throughout competition avoided through government laws like environment and labor regulations. അതായത് കോമ്പറ്റീഷൻ ത്രൂ ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ്, അത് കോമ്പറ്റീഷൻസുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഗവൺമെന്റ് ലോകളും അതേപോലെ തന്നെ ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലേബർ റെഗുലേഷൻ ലോസും എൻവിയോൺമെന്റൽ ലോസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പൊതുവെ എന്താണ്? കുറവാണ്. ഓക്കെ. എന്നാലും നമുക്ക് എന്തുണ്ട്? ഡിമെറിറ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് എന്ത് നോക്കാം? മിക്സഡ് എക്കോണമിയിലെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. അതിൽ ഒന്നാമത്തത് എക്സസീവ് കൺട്രോൾ ബൈ ദ സ്റ്റേറ്റ് റിസൾട്ടിങ് ഇൻ റെഡ്യൂസ്ഡ് ഇൻസെന്റീവ് ആൻഡ് കൺസ്ട്രെയിൻഡ് ഗ്രോത്ത് ഓഫ് ദി പ്രൈവറ്റ് സെക്ടർ. ഇപ്പൊ രണ്ടുപേരുടെയും ഇമ്പോർട്ടന്റ് ഉണ്ട്. മിക്സഡ് എക്കോണമിയുടെ പ്രത്യേകത എന്താ? രണ്ടുപേരും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിലും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമിയിലെ
മെയിൻ അധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെയാണ്. ഓക്കെ, അതായത് പൂർണ്ണമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആർക്ക് തന്നെയാണ്? സ്റ്റേറ്റിന് തന്നെയാണ്. ഓക്കെ, അതായത് ഗവൺമെന്റിന് തന്നെയാണ്. കൺട്രോളും കാര്യങ്ങളെല്ലാം ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളറിയാലോ, സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഗവൺമെന്റിന്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ അവിടെ ഇൻസെന്റീവ്സ് എല്ലാം റെഡ്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിന്റെ ഗ്രോത്ത് വളരെയധികം പിന്നിലാണ്, അവിടെ ഇല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ മിക്സഡ് എക്കോണമിയിലേക്ക് വരുമ്പോ കൺട്രോൾ എന്ന് പറയുന്നത് കൂടുതലും സ്റ്റേറ്റിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇൻസെന്റീവ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇൻസെന്റീവ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പ്രൈവറ്റ് സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറവായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. മനസ്സിലായോ? കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതേപോലെ തന്നെ കൺട്രോൾ എന്ന് പറയുന്നതും ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റിന്റെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് പുവർ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാനിങ്. അതായത് ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യിലാണ് അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ് പ്ലാനിങ്ങും അതേപോലെ തന്നെ അത് നടപ്പിലാക്കുന്നതും അത് പ്ലാൻ ചെയ്യുക, ആ പ്ലാനുകളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക പുവർ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പുവർ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് പൊതുവെ എന്താണ്? കുറവായിട്ടാണ് നടപ്പിലാക്കുന്നത്. പിന്നെയോ ഹൈ റേറ്റ്സ് ഓഫ് ടാക്സേഷൻ അല്ലെ. മിക്സഡ് എക്കോണമിന്റെ മറ്റൊരു ഡീമെറിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നികുതി എന്ന് പറയുന്നത് വളരെ ഹൈ റേറ്റ് ആക്കിയിട്ട് കൂട്ടുന്നുണ്ട്. പിന്നെയോ ലാക്ക് ഓഫ് എഫിഷ്യൻസി ആൻഡ് കറപ്ഷൻസ് അല്ലെ. അതായത് എന്താണ് നമ്മൾ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ പറഞ്ഞ ഒന്നാണ് അല്ലെ, ലാക്ക് ഓഫ് എഫിഷ്യൻസിയും കറപ്ഷൻസും. അപ്പൊ ഗവൺമെന്റിന് ഇവിടെ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ബ്യൂറോക്രാറ്റ്സ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ലാക്ക് ഓഫ് എഫിഷ്യൻസിയും അതേപോലെ തന്നെ ധാരാളം കറപ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്കോണമിയിലും കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റേജ് ഓഫ് റിസോഴ്സുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റേജ് ചെയ്യുന്നതും മിക്സഡ് എക്കോണമിയുടെ ഒരു ഡീമെറിറ്റ്സ് തന്നെയാണ്. പിന്നെ പറയുന്നത് അൺഡ്യൂ ഡിലേ ഇൻ എക്കണോമിക് ഡിസിഷൻസ് ആൻഡ് പുവർ പെർഫോമൻസ് ഓഫ് ദ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന്റെ എന്താ പറയുക വളരെ കുറഞ്ഞ ഒരു അല്ലെങ്കിൽ അഴഞ്ഞ രീതിയിലുള്ള പെർഫോമൻസും എക്കണോമിക് ഡിസിഷൻസും ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഡിലേ അനുഭവപ്പെടുന്നു എന്നുള്ളതും മിക്സഡ് എക്കോണമിയുടെ മറ്റൊരു ഡീമെറിറ്റ് ആണ്. ഓക്കെ, കാരണം എല്ലാ കാര്യങ്ങളും നേതൃത്വം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? പബ്ലിക് സെക്ടർ ആണ് അല്ലെ. അപ്പൊ ഈ പബ്ലിക് സെക്ടർ ആയതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ എങ്ങനെയാണ്? പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കമ്മിയാണ്. ഓക്കെ, അതും അതേപോലെ തന്നെ എന്ത് ഡിസിഷൻ എടുക്കുന്നതിലും ഒക്കെ ഡിലേയും വരുത്തും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് മിക്സഡ് എക്കോണമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നേരിടുന്നുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ പോയിന്റ് പറയുന്നത് ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അപ്പൊ മിക്സഡ് എക്കോണമിയാണ്, രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും പ്രൈവറ്റ് സെക്ടേഴ്സിനും പബ്ലിക് സെക്ടേഴ്സിനും ഒരേപോലെ ബാലൻസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളതും മിക്സഡ് എക്കോണമിയുടെ മറ്റൊരു ഡീമെറിറ്റ് ആണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? മിക്സഡ് എക്കോണമി എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ മിക്സഡ് എക്കോണമിയുടെ ഫീച്ചേഴ്സ് പറഞ്ഞു, മെറിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, ദെൻ അതേപോലെ തന്നെ ഡീമെറിറ്റ്സും എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എങ്ങനെയാണ് മിക്സഡ് എക്കോണമി, അതായത് എക്കോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ഉണ്ട് അല്ലെ. അപ്പൊ മിക്സഡ് എക്കോണമിക്ക് നമ്മൾ എന്താ എക്സാമ്പിൾ പറയാ? ഏത് രാജ്യത്തെയാണ് നമ്മൾ എക്സാമ്പിൾ പറയാ? മിക്സഡ് എക്കോണമിക്ക് എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ തന്നെയാണ്, നമ്മുടെ രാജ്യം തന്നെയാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റിനും അതേപോലെ തന്നെ പ്രൈവറ്റേഴ്സിനും എന്തുണ്ട്? പ്രാധാന്യം ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മള് 3 എക്കോണമി കുറിച്ച് പരിചയപ്പെട്ടു. 3 എക്കണോമിയെ കുറിച്ച് പരിചയപ്പെട്ടതിൽ അതിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, പിന്നെ സോഷ്യലിസ്റ്റ് എക്കണോമി, അതേപോലെ തന്നെ എന്താണ് മിക്സഡ് എക്കോണമി. അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ എക്കോണമി ഏതായിരുന്നു? അമേരിക്ക അല്ലെ.
അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമി ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു USSR പ്യുവർ ആയിട്ട് ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി ആയിരുന്നു അല്ലെ, 1990 വരെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു പ്യുവർ സോഷ്യലിസ്റ്റ് എക്കോണമി അല്ല. അതേപോലെ തന്നെ നോർത്ത് കൊറിയ എന്ന് പറയുന്നതും ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിക്ക് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ മിക്സഡ് എക്കോണമിയാണ് പഠിച്ചത്. മിക്സഡ് എക്കോണമിക്ക് നമ്മുടെ ഇന്ത്യ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കരുതുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ.